ഇന്ന് രാവിലെ ഞാനൊരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം ഒരു 8-9 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു 2-3 ദിവസമായിട്ട് നല്ല ശക്തമായ വയറുവേദനയാണ്. 1-2 ജനറൽ ഡോക്ടർമാരെ കാണിച്ചിട്ടാണ് റെഫർ ചെയ്തിട്ട് പീഡിയാട്രിഷ്യൻ എന്ന അർത്ഥത്തിൽ എൻ്റെ അടുത്ത് എത്തുന്നത്. ശക്തമായ വയറുവേദന, രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നിൽ വരുന്നു, ഞാൻ കുട്ടിയെ പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ പ്രധാനമായിട്ടും കുട്ടിക്ക് അടിവയറ്റിൽ കലശലായ വേദനയുണ്ട്. നമ്മളൊന്ന് കൈ വെച്ച് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർമാരെന്ന അർത്ഥത്തിൽ അടിവയറ്റിൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നൊരു കാര്യം യൂറിൻ ഇൻഫെക്ഷനാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന, നമ്മൾ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന അണുബാധകളെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുക. ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു, യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മൾ ഡയഗ്നോസ് കൺഫേം ആവുന്നു. കുട്ടിക്ക് കലശലായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ചികിത്സ ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ആക്കുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ അമ്മയോട്, മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിനെടുക്കത് 2ാമത്തെ തവണയാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ മാറാതെ അഡ്മിറ്റ് ആവുന്നത് തന്നെ. അപ്പോൾ കുട്ടിയുടെ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ ചോദിക്കുന്നത് കുട്ടിയുടെ ഈ വെള്ളം കുടിയുടെ രീതിയും മൂത്രമൊഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫ്രീക്വൻസിയൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടി നന്നായി വെള്ളം കുടിക്കുന്ന കുട്ടിയാണ്. കൃത്യമായ ഇടവേളകളിൽ പിന്നെ കുട്ടി മൂത്രമൊഴിക്കാറുണ്ട്. കുട്ടിയുടെ മദർ അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ സ്കൂളിലെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. അപ്പോൾ കുട്ടി തുടക്കത്തിലൊന്നും പറയുന്നില്ല. പിന്നെ കുട്ടിയോട് ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് രാവിലെ ഒരു 9-9:30 കുട്ടി സ്കൂളിലെത്തും. ഒരു 4-4:30 വരെ സ്കൂളിലാണ്. ഈ സ്കൂളിലുള്ള സമയത്ത് കുട്ടി പരമാവധി മൂത്രം ഒഴിക്കാറില്ല. വല്ലപ്പോഴേ കുട്ടി മൂത്രം ഒഴിക്കാറുള്ളൂ. ഈ മൂത്രം ഒഴിക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് തന്നെ കുട്ടി സ്കൂളിലെത്തിയതിൻ്റെ ശേഷം കുട്ടി വെള്ളം കുടിക്കാറില്ല. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വാട്ടർ ബോട്ടിൽ പലപ്പോഴും കുട്ടിയുടെ ഉമ്മ അറിയാതെ അത് ഒഴിച്ച് കളഞ്ഞിട്ട് ആ എംറ്റി ആയിട്ടുള്ള ബോട്ടിൽ ഉമ്മാനെ കാണിച്ച് പറ്റിക്കലാണ്. പലപ്പോഴും കുട്ടി വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂത്രം ഒഴിക്കേണ്ടി വരും എന്നുള്ള ഭയത്താലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചത് എന്താണ് ഇങ്ങനെ സ്കൂളിലെത്തിയിട്ട് എന്താണ് മൂത്രം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വയറുവേദന ആവില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കമായി പറയാണ്, എൻ്റെ വീട്ടിൽ അത്ര ഒരു വൃത്തിയുള്ള ഒരു ടോയ്ലറ്റൊന്നും സ്കൂളിലില്ല. എനിക്ക് ടോയ്ലറ്റിൽ ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോവും, പക്ഷേ എനിക്ക് കഴിയില്ല. എനിക്കൊരു അറപ്പ് പോലെ ഫീൽ ചെയ്യും, ഞാൻ മൂത്രം ഒഴിക്കില്ല. പിന്നെ അതൊരു ശീലമായി. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നും. പക്ഷേ ഇനി ഒരു പീഡിയാട്രിഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മുടെ മുന്നിൽ OPയിൽ വരുന്ന രോഗികളിൽ ഈ പ്രായത്തിലുള്ള സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ ഒരു യങ് അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു 13-14 വയസ്സുള്ള കുട്ടികൾ, എസ്പെഷ്യലി പെൺകുട്ടികൾ, അവരിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ അളവ് വല്ലാതെ കൂടുന്നതായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. പല പഠനങ്ങൾ വരുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ മലബന്ധങ്ങളും, അതായത് ദഹനക്കേട്, നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന പ്രശ്നങ്ങളും വളരെ ഈ ഏജ് ഗ്രൂപ്പിൽ വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനുണ്ടാവും കേട്ടോ. നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്കൂളിലെത്തിയിട്ട് അവിടെ നിന്ന് കൃത്യമായി മൂത്രം ഒഴിക്കാതെ മൂത്രം പിടിച്ചു വെക്കുക, അതല്ലെങ്കിൽ സ്കൂളിലെത്തിയിട്ട് നല്ല രൂപത്തിൽ വെള്ളം കുടിക്കാതിരിക്കുക പോലത്തെ കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു നിരീക്ഷണം. കാരണം അത് കുട്ടിയുടെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു സമയം, ഏകദേശം ഒരു പകുതിയോളം സമയം കുട്ടികൾ സ്കൂളിലാണ്. ആ സമയത്ത് കുട്ടിയുടെ വെള്ളം കുടി, ഹൈജീൻ, ഭക്ഷണ രീതി, ഇതൊക്കെ കുട്ടിയുടെ ആരോഗ്യത്തെ നേരിട്ടോ അതല്ലെങ്കിൽ അല്ലാതെയോ ബാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു നിരീക്ഷണമായിരിക്കും. അതിങ്ങനെ പങ്കുവെച്ചതേ ഉള്ളൂ. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതിൻ്റെ സജ്ജീകരണങ്ങളും ഒക്കെ കുറേ ബെറ്ററായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ശരാശരി മലയാളി എന്ന അർത്ഥത്തിൽ ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്കിപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യത്തെ പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. കാര്യം നിലവിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ സ്കൂളിൻ്റെ സംവിധാനങ്ങളൊക്കെ വളരെ ബെറ്ററായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ നോംസ് എടുത്ത് നോക്കുമ്പോൾ ഗവൺമെൻറ് 20 ആൾക്ക് ഒരു 20 പേർ അടങ്ങുന്ന ആണ് പെണ്ണ് വേർതിരിവ് നോക്കുമ്പോൾ ടോയ്ലറ്റ് വേണം എന്നുള്ള സംവിധാനങ്ങളാണ് പറയുന്നത്. അതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കൊടുക്കുന്ന നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ കാണുന്നതിന് വേണ്ടി സർക്കാർ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ലെവലിൽ PTA സംവിധാനങ്ങളുണ്ട്.
പോരാത്തതിന് നമ്മുടെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ വിനിയോഗിച്ച് ശുചിത്വം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ ശുചിത്വത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് നിലവിലുള്ളൊരു നിരീക്ഷിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് വിദ്യാലയങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ശുദ്ധമായ വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും അതുപോലെ വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചുള്ള മഴവെള്ള സംഭരണികളുമൊക്കെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല ബെറ്ററായുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ മുന്നിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളിലെ യൂറിനറി ഇൻഫെക്ഷൻ്റെ എണ്ണം വർദ്ധിച്ച് കാണുന്നുണ്ട് എന്നുള്ള നിരീക്ഷണവും അതിൻ്റെ ഒരു റീസണായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന സ്കൂളിലെത്തിയാൽ വെള്ളം കുടിക്കലും അതുപോലെ മൂത്രമൊഴിക്കുന്നതിലുള്ള പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പങ്കുവെച്ചത്. ഈ ഷിമിർ സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു കറക്റ്റ് ഡാറ്റയും അതുപോലെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കണം എന്നാണ് തോന്നുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകളെക്കുറിച്ച്, സ്മാർട്ട് സ്കൂളുകളെക്കുറിച്ച്, അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാലത്ത് അതേ സ്കൂളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചിട്ടുള്ളത്. ഈ യൂറിൻ പിടിച്ചു വെക്കുന്നത് വഴി ഉണ്ടാകുന്ന യൂറിനറി അസുഖങ്ങളുടെ ഒക്കെ വർധനവ് ഏതാണ്ട് 30% വർധനവ് ഉണ്ടാകുന്നു എന്ന് WHO കണക്ക് നിരത്തി നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഷമീർ സാറിന് ആ വിഷയത്തിൽ ഒരു ആശങ്ക വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ 70% വരുന്ന കുട്ടികൾ സ്കൂളിൽ ഈ ശുചിമുറി ഉപയോഗിക്കുന്നില്ല എന്നുള്ള കണക്കുകളും പല പഠനങ്ങളിൽ നിന്നായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 70% വരുന്ന കുട്ടികൾ ഈ ശുചിമുറി ഉപയോഗിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിലെ വിദ്യാലയങ്ങളിലെ ശുചിമുറിയിൽ നമ്മളൊന്ന് പോയി നോക്കിയാൽ ആർക്കാണത് ഉപയോഗിക്കാൻ കഴിയുക? അത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് നടത്തുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ സ്കൂളുകളിലുണ്ടോ? WHO പറയുന്നത് 25 കുട്ടികൾക്ക് ഒരു ശുചിമുറി വേണമെന്നാണ്. കേരളത്തിലെ എത്ര സ്കൂളുകളിൽ ഇന്ന് അത്തരം സൗകര്യങ്ങളുണ്ട് എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണല്ലോ. ഈ ചോദ്യം ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ശുചിമുറി എന്നൊക്കെ പറയുന്നത്, സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയെ നിർമ്മിക്കുന്ന, ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ ഉണ്ടാക്കുന്ന ഒക്കെ വലിയ ഇടങ്ങളാണ്. ഇവിടെ സ്വസ്ഥമായി സമാധാനപൂർണ്ണമായി കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ കുട്ടികൾ ഈ യൂറിൻ പിടിച്ചു വെച്ചൊക്കെ ഇങ്ങനെ അവരുടെ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ തള്ളി നീക്കുന്നത് കൊണ്ട് ക്ലാസ് റൂമിൽ എന്ത് നിർമ്മാണാത്മകമായ ഒരു പ്രവർത്തനമാണ്, പഠന പ്രവർത്തനമാണ് ഇവിടെ നടക്കുക? മാത്രമല്ല ഞാനതിൻ്റെ ഒരു ശാരീരിക പ്രശ്നങ്ങളാണ് നേരത്തെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇതൊരു വിദ്യാർത്ഥികളുടെ ശാരീരിക പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ നോക്കുമ്പോൾ, സമൂഹം എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെ വലിയൊരു മനുഷ്യാവകാശ ലംഘനം കൂടി, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യാവകാശ ലംഘനം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കത് ആ മനുഷ്യാവകാശ ലംഘനം അതിൻ്റെ ഒരു തോത് ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വലിയൊരു മനുഷ്യാവകാശ ലംഘനം കൂടി നടക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21 നമുക്കൊക്കെ അറിയാം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് നമ്മൾ ശ്വസിക്കാനുള്ള വായു, കഴിക്കാനുള്ള ഭക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതേപോലുള്ളൊരു അവകാശമാണ് ഈ ശുചിത്വ സംവിധാനങ്ങൾക്കുള്ള അവകാശം. നമ്മൾ യൂറിനേഷൻ ആവട്ടെ, നമ്മളെ മലവിസർജനമാവട്ടെ, അതിനുള്ള ഹൈജീനിക്കായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാ ഇടങ്ങളിലും. അത് വീടുകളിൽ നമുക്കറിയാം, നമ്മൾ പുതിയ കാലത്ത് ഓരോ റൂമിലും ടോയ്ലറ്റുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4ഉം 5ഉം ടോയ്ലറ്റുകൾ ഉണ്ടാവും, ഉള്ളിൽ തന്നെ, പുറത്ത് വേറെ ഉണ്ടാവും. എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല സംവിധാനത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് സ്കൂളിലെ. അത്ര ഭംഗി വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത്ര ശുചിത്വം, അത്ര ഹൈജീനിക് ആവണമെന്നും നമ്മൾ പറയുന്നില്ല. അതിനോട് ചെറിയ രൂപത്തിലെങ്കിലും ഒരു കമ്പയർ ചെയ്യാൻ എങ്കിലും നമുക്ക് പറ്റണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അങ്ങോട്ട് വരുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതാവുമ്പോൾ, കുട്ടികൾ അത് ചെയ്യാതെ വരുമ്പോൾ വളരെ വലിയൊരു മനുഷ്യാവകാശ ലംഘനം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചർച്ചയിൽ അത് വരുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ ആക്ഷൻ്റെ ഭാഗത്ത് ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി ചർച്ച തന്നെ ആവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സാർ കുറേ ഡാറ്റ ബേസ് ചെയ്ത് പറഞ്ഞപ്പോഴും ഇതൊക്കെ പരാതിപ്പെടാനും, സ്കൂളിലെ ടോയ്ലറ്റ് മതിയായ സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ ഇല്ലെങ്കിലോ അത് പരാതിപ്പെടാനുള്ള സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ പോലെയുള്ള സംവിധാനങ്ങൾ വഴി ആ കുട്ടിക്ക് സ്കൂളിൽ തന്നെ അതോറിറ്റികളുണ്ട്. അതുപോലെ AEO DEO പോലെ തലങ്ങളിൽ പരാതിപ്പെടാനുള്ള സംവിധാനങ്ങൾ,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി ഇതൊക്കെ ഭംഗിയാക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും അവരുടെ മോണിറ്ററിങ്ങും, ഇതുപോലെ തന്നെ പ്രധാന വശങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അവിടെ ശുചിമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, നല്ല വെന്റിലേഷൻ അവിടെ ഉറപ്പുവരുത്തുക, നല്ല ശുദ്ധമായ വെള്ളം ഉറപ്പുവരുത്തുക തുടങ്ങി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഈ പറയപ്പെട്ട നല്ല ഭംഗിയുള്ള വീടുകളിലെ ടോയ്ലറ്റുകൾ. കാര്യം ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം, ഒരു വീട്ടിലെ ബെഡ്റൂമിനേക്കാൾ ഭംഗിയാക്കുന്ന ഒരു കാലമാണ്. ടോയ്ലറ്റിനെ അത്രയും ഭംഗിയാക്കി മനോഹരമാക്കുക, എന്തൊക്കെ ഫെസിലിറ്റി അതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പുതിയ കാലത്ത് നോക്കുമ്പോൾ കിടന്നുറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും ബാത്റൂമുകൾ സംവിധാനിക്കുന്ന കാലത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം. വീട്ടിൽ ഇത്രയും സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി ഏകദേശം 4 വയസ്സ് തൊട്ട് ഒരു 18 വയസ്സ് വരെ 18 വയസ്സ് വരെ ആ കുട്ടിയുടെ ഡേ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്ന, ജീവിതത്തിൻ്റെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇടമാണ് സ്കൂളുകൾ. വീട്ടിൽ ഇത്രയും സംവിധാനം ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പോകുമ്പോൾ അതിനോട് ചെറിയ രൂപത്തിലെങ്കിലും നീതി പുലർത്തുന്ന സംവിധാനങ്ങൾ വേണ്ടേ എന്നുള്ളതാണ്. ഇത്തരം പരാതിപ്പെടാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ആണ് എന്ന് നമുക്കിവിടെ നമ്മുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു. വിദ്യാർത്ഥി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, വിദ്യാർത്ഥി സംഘടനകൾ അതുപോലുള്ള പൊതു സമൂഹത്തിലുള്ള ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്ന ആളുകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത്. സാറ് നമുക്കുള്ള കുറേ സംവിധാനങ്ങൾ പറഞ്ഞു സർക്കാർ തലത്തിലൊക്കെ, അതിൻ്റെയൊക്കെ ഒരു എക്സിക്യൂഷൻ ആയിരിക്കുമല്ലോ ഇതിൽ ശരിക്കും ഈ ശുചിമുറികളുടെ വിഷയം മാത്രമല്ല, ഈ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിലൊക്കെ ഈ 9 വയസ്സ് 8 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളിലായിരിക്കും ഒരുപക്ഷെ ഇത് ആദ്യം ഈ ആർത്തവം ആരംഭിക്കുന്ന ഒരു പ്രായം അതാണല്ലോ. ഇതൊരു പക്ഷേ ക്ലാസ് റൂമിലായിരിക്കും സംഭവിക്കുക. ആ സമയത്ത് ഈ മെൻസ്ട്രൽ ഹൈജീൻ പ്രോപ്പറായി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള പരിശീലനങ്ങളോ അതിനുവേണ്ട സൗകര്യങ്ങളോ, ഈ സാനിറ്ററി നാപ്കിൻസൊക്കെ അത് ലഭ്യമാക്കുകയും അത് കൃത്യമായി ഡിസ്പോസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഇതൊരു സാമൂഹികമായ പ്രശ്നം കൂടിയാണല്ലോ. നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, അവരുടെ വികാസത്തെ വളരെയധികം നിർണായകമായ തലത്തിൽ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണിത്. ഈ അടുത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധി അതിൽ വന്നിരുന്നല്ലോ. ഈ മെൻസ്ട്രൽ ഹൈജീൻ ഉൾപ്പെടെയുള്ള പൊതുവായിട്ടുള്ള ഹൈജീൻ, സ്കൂളിലെ ഹൈജീൻ ആർട്ടിക്കിൾ 21 ഒരു അംബ്രലയിൽ വരുന്ന കാര്യമാണ്. അത് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻസ്ട്രൽ ഹൈജീൻ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം പല സംവിധാനങ്ങളുണ്ട്, ഗവൺമെൻറ് സെക്ടറിലും അല്ലാതൊക്കെ ഉണ്ട്. ഇപ്പോൾ WHO ഒരു കണക്ക് പറയുന്നത് ഈ ആർത്തവമുള്ള കുട്ടികൾ സ്കൂളിൽ വരാൻ മടിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിൽ ദീർഘമായ അവധികൾ എടുക്കുന്നു, ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോസസ്സ്, അത് കഴിയും വരെ സ്കൂളിൽ പോകാതിരിക്കുന്ന ഒരു പ്രവണത പെൺകുട്ടികൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം കൂടിയാണല്ലോ അത്. സ്കൂൾ സംവിധാനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നിടത്താണ് ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഇതൊരു അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഇതൊരു ഇഷ്യൂ ഗ്രൗണ്ടിലുണ്ട്, സ്കൂളിലുണ്ട്. നമ്മളത് ഒരുപാട് മറികടക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഒരു പക്ഷേ നമ്മുടെ അടുത്തുണ്ടാവും. അതൊന്നും എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണല്ലോ പിന്നെയും ഇതിങ്ങനെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ പര്യാപ്തത കുറവുണ്ടാവും. ഈ യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും ഡോക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെ. ഓരോ ഏജിനനുസരിച്ച് തൂക്കത്തിനനുസരിച്ചൊക്കെ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കണക്ക് തന്നെ ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതനുസരിച്ച് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ നേരത്തെ അനുസാർ ചോദിച്ച പോലെ ടോയ്ലറ്റുകൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ച പോലെ ഞാൻ ചോദിക്കുന്ന സ്കൂളുകളിലൊക്കെ ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഈ സദാസമയവും രാവിലെ ഒരു 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ പോയി നോക്കിയാലും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന എത്ര സ്കൂളുകളുണ്ട്, നമുക്ക് എത്ര സ്കൂളുണ്ടെന്നാണ് ഉറപ്പ് പറയാൻ പറ്റും. തിളപ്പിച്ചാറിയ വെള്ളം കിട്ടുന്ന എത്ര സ്കൂളുകളുണ്ട്. ഈ RO സംവിധാനങ്ങൾ, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് വഴി വരുന്ന അല്ലെങ്കിൽ സംവിധാനങ്ങൾ വെച്ചിട്ട് ശുദ്ധീകരിച്ച വെള്ളം കിട്ടുന്ന എത്ര സ്കൂളുകളുണ്ടാവും. അതന്നെ ഫുൾ ടൈം കിട്ടുന്ന എത്ര സ്കൂളുകളുണ്ടാവും. പലപ്പോഴും 10 മുതൽ 12 വരെ എന്ന ടൈം ഉണ്ടാവും, അപ്പോൾ പോയി കളക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. തിയററ്റിക്കലി നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ പറയുമ്പോഴും ഒരുപാട് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ടോ? ടോയ്ലറ്റുകളുണ്ട്, മെയിൻ്റനൻസ് ആണ് പലപ്പോഴും പ്രശ്നം. ടോയ്ലറ്റുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. നമുക്കൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും അതിനോട് അടുപ്പിച്ച് തന്നെ
ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ? കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനുള്ള കൃത്യമായ പരിശീലനവും ഒരു പ്രചോദനവും കൊടുക്കുന്നുണ്ടോ? എങ്ങനെ മൂത്രം ഒഴിക്കാൻ ഒരു ടെൻഡൻസി വരുമ്പോൾ പോയി ഒഴിക്കലാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്യേണ്ട ഒരു ശരിയായ രീതി എന്നുള്ള പാഠം കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ടോ? ഈ മൂത്രസംബന്ധിയായിട്ടുള്ള അതല്ലെങ്കിൽ ഹൈജീൻ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളുടെ സ്ക്രീനിങ് കൃത്യമായ ഇടവേളകൾ നടക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും വിളർച്ചയ്ക്ക് വേണ്ടി, അനീമിയയ്ക്ക് വേണ്ടി നമ്മൾ സ്ക്രീനിങ് നടത്താറുണ്ട്. അങ്ങനെ പല അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ക്രീനിങ് നടത്താറുണ്ട്. നമ്മൾ ഈവൻ ആൽബൻഡസോൾ, വരെ ഇളക്കാൻ വേണ്ടി ആൽബൻഡസോൾ നമ്മൾ സ്കൂളിൽ വിതരണം ചെയ്യാറുണ്ട്. യൂറിനറി സംബന്ധിയായിട്ടുള്ള അതല്ലെങ്കിൽ ഹൈജീൻ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയുള്ള ചർച്ച, അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അവബോധം ഉണർത്താനുള്ള ക്ലാസ്സുകൾ, അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ സ്ക്രീനിങ്, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലുള്ള സംവിധാനങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മുടെ സ്കൂളുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നിങ്ങളാണത് പറയുന്നത്. ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇത് കുട്ടികളെ സംബന്ധിച്ചൊരു ആരോഗ്യ പ്രശ്നമാണ്, ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, ഒരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ട് സമൂഹവും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടി പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയാണിത്. ഈ നേരത്തെ ഷമീർ സാറ് പറഞ്ഞ പോലെ PTA ഇതിൽ വലിയ റോള് വഹിക്കാനുണ്ട്. PTA ഒരു ഹൈജീൻ ഓഡിറ്റൊക്കെ വേണമെങ്കിൽ PTA മീറ്റിങ്ങുകളിൽ നടത്താൻ കഴിയും. സ്കൂളിൻ്റെ ഈ കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും പ്രശ്നങ്ങൾ അതത് സമയത്ത് തന്നെ പരിഹരിച്ചു പോവുകയും ചെയ്യുന്ന രീതി ഉണ്ടായാൽ നന്നാവും. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് സർക്കാർ തലങ്ങളിലോ മറ്റോ ഒക്കെ ഇതിനൊരു ഫണ്ടിങ് ആയിരിക്കും. ഇത് ഒരു വലിയ ഫണ്ട് ആവശ്യമുള്ള കാര്യമൊന്നും അല്ല എങ്കിൽ പോലും ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണല്ലോ. ആ നിലയിൽ ഒരു ഹൈജീൻ ഫണ്ട് വേണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തന്നെ ഇത്തരം ഫണ്ടുകൾ MLA ഫണ്ട് അതുപോലുള്ള ഫണ്ടുകളൊക്കെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് വരുന്നുണ്ട്. സ്കൂളുകളുടെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ. ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തന്നെ ചെറിയ ഫണ്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഹൈജീൻ രംഗത്ത് ഈ കുട്ടികളുടെ ഇത് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അതെ, ഇതൊരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഏതൊരു പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതൊരു പ്രശ്നമുണ്ട്, ഇത് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാവരും, നേരത്തെ സാറ് പറഞ്ഞ സ്മാഷ് പറഞ്ഞ പോലെ എല്ലാവരും തിരിച്ചറിയാന്നുള്ളതാണ്. എന്നിട്ട് ഇതിന്റെ പരിഹാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറെ റിസൾട്ട് ഉണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് തലത്തിൽ ഇതിനൊക്കെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ശുചിമുറികൾ സ്ഥാപിക്കുന്നതിനും അതിന്റെ മെയിൻ്റനൻസിനും ആവശ്യമായ നിരക്ക് ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം വിനിയോഗിക്കുന്നു ക്രിയാത്മകമായി അതിലൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടോ? അതിലൊക്കെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടോ? ഓരോ സ്കൂളിലും ഇത് കൃത്യമായി ഈ ഏരിയയിലേക്ക് ആണോ വിനിയോഗിക്കപ്പെടുന്നത്? നമ്മൾ സ്കൂളുകളിലെ ലൈബ്രറികൾ നമുക്കറിയാം. ഈ സ്കൂളിലെ ലൈബ്രറിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും സമൂഹം തന്നെ അതിന് സന്നദ്ധമാണ്. സമൂഹത്തിൻ്റെ തന്നെ മനസ്സിൽ, സമൂഹത്തിൻ്റെ ഒരു ബോധ്യത്തിൽ അതുണ്ട്, സ്കൂളുകളിൽ നല്ല ലൈബ്രറി ഉണ്ടാവണം അല്ലേ? ഇതുപോലെ സ്കൂളുകളിൽ വളരെ വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ശൗചാലയങ്ങൾ വേണം എന്നുള്ള ബോധ്യത്തിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ചയുടെ ആകത്തുക എന്ന് പറയുന്നത്. അതിൽ അനസാർ സൂചിപ്പിച്ച നേരത്തെ 1-2 വിഷയങ്ങൾ കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന് CPAD പദ്ധതി പ്രകാരം വനിതാ വികസന കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് സാനിറ്ററി നാപ്കിനുകൾ സംസ്കരിക്കുന്നതിന് വേണ്ടി വെൻഡിങ് മെഷീനുകൾ സ്ഥാപിക്കുകയും സ്കൂളിൽ അതിന് വേണ്ടിയുള്ള ഇൻസ്റ്റാളേഷൻ മെഷീനുകൾ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അതുപോലെ MLA MP ഫണ്ടുകൾ, പ്രാദേശിക വികസന ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ശൗചാലയങ്ങൾ നിർമ്മിക്കാനും മറ്റൊക്കെ സ്കൂളുകൾക്ക് അതിനുവേണ്ടി അപേക്ഷ നൽകാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതെ, അത് പര്യാപ്തമല്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അത് പര്യാപ്തമാവുന്നില്ല. അത് കുട്ടികളതിനെ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ട്. അപ്പം അത് കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ് നമ്മുടെ ഈ ഒരു ചർച്ചയുടെയും ആലോചനയുടെയും ഇരുത്തത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും ഉദ്ദേശവും എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.